പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. നിങ്ങൾക്ക് സ്വന്തമായി ആപ്ലിക്കേഷൻ നൽകാൻ സഹായിക്കുന്ന ലൈവ് ഡെമോ വീഡിയോയും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലും ഗവൺമെൻറ് കോളേജിലും ഏത് റാങ്ക് വരെ ഏത് ഇൻഡെക്സ് വരെ ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കും എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോയും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകളുമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത്. എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യൽ നിർബന്ധമാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിശോധിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇടതുവശത്ത് മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ ലോഗിൻ എന്ന ലിങ്ക് കാണാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID എന്നിവ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള ലിങ്കും ഇവിടെ കാണാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന ലിങ്ക് വഴി അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നമ്മൾ ലോഗിൻ എന്ന ലിങ്ക് വഴി നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് നൽകി വെരിഫൈ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ IDയും അതുപോലെ തന്നെ പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. പാസ്വേഡ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ലിങ്ക് വഴി പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ വെബ്സൈറ്റിൽ ലോഗിൻ ആയിട്ടുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടാതെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സുകൾ ഏറ്റവും താഴെ നൽകിയതായിട്ട് കാണാം. ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളോടുമായിട്ട് പറയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൊബൈലിൽ തന്നെ ചെയ്യേണ്ടതാണ്. കാരണം ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടി വരുന്നതാണ്. അതിനായി നിങ്ങളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിനെ സമീപിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് പരിശോധിക്കേണ്ടത്. ഈ ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ നൽകിയിരിക്കുന്നത് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നാണ്. അതായത് ഈ ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ ഓക്കെ ആണ്. LBS അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളുടെയും ആപ്ലിക്കേഷൻ പരിശോധിക്കുന്നതാണ്. പരിശോധിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ സ്റ്റാറ്റസ് എന്നതിൽ അത് റിമാർക്സ് ആയിട്ട് നൽകുന്നതാണ്. അതായത് ആപ്ലിക്കേഷനിൽ എന്ത് തെറ്റാണ് LBS കണ്ടെത്തിയത് അത് ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. അങ്ങനെ LBS കണ്ടെത്തിയിട്ടുള്ള തെറ്റുകൾ തിരുത്താനുള്ള അവസരവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2/7/2024 മുമ്പ് 1-2 ദിവസങ്ങളായിരിക്കും അതിന് അനുവദിക്കുക. ഇപ്പോൾ LBS പ്രസിദ്ധീകരിച്ച ഷെഡ്യൂൾ പ്രകാരമാണ് ഈ ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റിൽ മാറ്റം വന്നേക്കാം. അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു വിദ്യാർത്ഥി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇങ്ങനെയൊരു സ്റ്റാറ്റസ് കാണാൻ വേണ്ടി സാധിക്കുന്നതല്ല. കുറച്ച് ദിവസങ്ങളെടുക്കും LBS നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിശോധിക്കാൻ. അതിനുശേഷം മാത്രമേ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണിക്കുകയുള്ളൂ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ LBS പരിശോധന നടത്തിയിട്ടില്ല എങ്കിൽ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്നായിരിക്കും കാണിക്കുക. ഇതുകൂടാതെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ LBS കണ്ടെത്തിയിട്ടില്ലാത്ത എന്നാൽ നിങ്ങൾ കണ്ടെത്തിയ വല്ല തെറ്റുകളുമുണ്ടെങ്കിൽ അതിൽ പലതും തിരുത്താനുള്ള അവസരവും നിങ്ങൾക്ക് കറക്ഷൻ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഈ വർഷത്തെ LBS ആപ്ലിക്കേഷൻ കറക്ഷൻ, റാങ്ക് ലിസ്റ്റ് പബ്ലിക്കേഷൻ, ഓപ്ഷൻ രജിസ്ട്രേഷൻ, അലോട്ട്മെൻറ്റ്സ്, അഡ്മിഷൻസ് ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.